ഹലോ ഗൈസ്, ദിസ് ഈസ് ടീം ഫുൾ ഇയേഴ്സ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എയർ ഫിൽട്ടർ എങ്ങനെ ക്ലീൻ ചെയ്യാം ഈസി ആയിട്ട്. സോ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് എൻ്റെ കയ്യിൽ ഒരു എയർ ഫിൽട്ടർ ക്ലീനർ ഉണ്ട് ഓൾറെഡി. അതില്ലാത്തവർക്ക് കെറസിൻ അങ്ങനെയുള്ള എന്തെങ്കിലും ലിക്വിഡ് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് ഡേർട്ടെല്ലാം റിമൂവ് ആയി വരുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. സോ ഫസ്റ്റ് നല്ല രീതിയിൽ വെക്കുക. സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ഉള്ളില് മണ്ണും കാര്യങ്ങളും അഴുക്കെല്ലാം പുറത്തേക്ക് രീതിയിൽ വരെ മാക്സിമം പഴയ ഉണ്ടായ ഓയിലും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്ലീൻ ആവുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡേർട്ട് ഉണ്ട്. ഇതിൽ കുറേ മണ്ണ് കുറേ നാളായി നോണെങ്കിൽ എയർ ഫിൽറ്റർ കസ്റ്റമർ ക്ലീൻ ചെയ്തിട്ട്. എയർ ഫിൽറ്റർ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. കാരണം ബ്രീത്തിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്കായാലും ഹ്യൂമൻസിനായാലും ബൈക്കിനും, അതായത് മോട്ടോഴ്സിനായാലും എന്തിനായാലും ബ്രീത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എപ്പോഴും ഡേർട്ടി എയർ ഫിൽറ്റർ നമുക്ക് വണ്ടിയുടെ പവറിനെയും കാര്യങ്ങളൊക്കെ അത് ബാധിക്കും. സോ എപ്പോഴും നമ്മുടെ എയർ ഫിൽറ്റർ ക്ലീനായിട്ട് സൂക്ഷിക്കുക. ഒരു റോഡ് ബൈക്കിലൊന്നും അധികം കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ ഡേർട്ട് ബൈക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ അതായത് എവറി സിംഗിൾ റൈഡ് കഴിയുമ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യണം. എയർ ഫിൽറ്റർ അഴുക്കാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. കാരണം എയർ ഇൻടേക്ക് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റേസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് വണ്ടിയുടെ പവറിൻ്റെ കാര്യങ്ങളും തീർച്ചയായിട്ടും ബാധിക്കും. സോ എയർ ഫിൽറ്റർ എപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ആക്കി സൂക്ഷിക്കുക. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ എയർ ഫിൽറ്റർ ഓൾമോസ്റ്റ് മണ്ണും കാര്യങ്ങളൊക്കെ പോയി കുട്ടപ്പനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുക. കാരണം ചിലർക്ക് കയ്യിലൊക്കെ ചെറിയ അലർജിയും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ തുടക്കത്തിൽ കണ്ടിരുന്ന എയർ ഫിൽറ്റർ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നോക്കും വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അതുമല്ല, നമ്മളിത് എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ആവശ്യമാണ് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. സോ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് എയർ ഫിൽറ്റർ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് മാത്രമേ ഓയിൽ ചെയ്യാവുള്ളൂ. കാരണം ഡ്രൈ ആവാണ്ട് നമ്മൾ ഇത് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചർ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും ഡ്രൈ ആയതിനു ശേഷം മാത്രം എയർ ഫിൽറ്റർ ഓയിൽ ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഞങ്ങൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ടീം ഫുൾ യെസ്.